മനുഷ്യന്റെ ജിജ്ഞാസയുടെയും സാങ്കേതിക മുന്നേറ്റങ്ങളുടെയും പ്രതിഫലനമാണ് ബഹിരാകാശ പര്യവേക്ഷണങ്ങൾ. വിദൂര ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കുവാൻ നാം അയച്ച പേടകങ്ങൾ പ്രപഞ്ചത്തിലൂടെ അതിവേഗം സഞ്ചരിച്ച് പുതിയ വിവരങ്ങൾ നമുക്ക് നൽകുന്നു. ഈ ബഹിരാകാശ പേടകങ്ങളുടെ വേഗത എത്രയാകുമെന്ന് നമ്മളിൽ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും. പ്രപഞ്ചത്തിലെ മനുഷ്യനിർമ്മിത വസ്തുക്കളിൽ നിലവിൽ ഏറ്റവും വേഗതയേറിയത് നാസയുടെ പാർക്കർ സോളാർ പ്രോബാണ്. സൂര്യന്റെ കൊറോണയെയും സൗരവാതത്തെയും കുറിച്ച് പഠിക്കുവാൻ 2018 വിക്ഷേപിച്ച ഈ പേടകം സൂര്യനോട് അടുക്കുമ്പോൾ അതിന്റെ ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ച് അതിശയകരമായ വേഗത കൈവരിക്കുന്നു. 2024 ജൂൺ 29 ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഈ പേടകം മണിക്കൂറിൽ 6,35,266 കിലോമീറ്റർ വേഗത കൈവരിച്ചിട്ടുണ്ട്. ഈ വേഗതയെക്കുറിച്ച് ഒരു താരതമ്യം നടത്തുകയാണെങ്കിൽ അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടൺ DC-യിൽ നിന്ന് ജാപ്പനീസ് തലസ്ഥാനമായ ടോക്കിയോയിലേക്ക് 1 മിനിറ്റിനുള്ളിൽ യാത്ര ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഭൂമിയെ വെറും 3.7 സെക്കൻഡിനുള്ളിൽ വലം വയ്ക്കുന്നതിനോ തുല്യമാണ്. സൂര്യന്റെ അങ്ങേയറ്റം ചൂടേറിയ അന്തരീക്ഷത്തെ പ്രതിരോധിക്കുവാൻ കാർബൺ കോമ്പോസൈറ്റ് ഫോം ഉപയോഗിച്ച് 4.5 ഇഞ്ച് കട്ടിയുള്ള പ്രത്യേക താപ കവചം ഇതിന് ഘടിപ്പിച്ചിട്ടുണ്ട്. സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് 4.6 ദശലക്ഷം മൈൽ അകലെ വരെ ഇത് സഞ്ചരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നത്. ചരിത്രത്തിലെ മറ്റ് വേഗതയേറിയ പേടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഹീലിയോസ് 2 പ്രോബ് സൂര്യന്റെ അടുത്തേക്ക് അയച്ച മറ്റൊരു പേടകമാണ് ഹീലിയോസ് 2. മണിക്കൂറിൽ ഏകദേശം 2,52,792 കിലോമീറ്റർ വേഗതയിൽ ഇത് സഞ്ചരിച്ചിട്ടുണ്ട്. ജൂനോ ബഹിരാകാശ പേടകം വ്യാഴത്തെക്കുറിച്ച് പഠിക്കുവാൻ നാസ അയച്ച ജൂനോ പേടകം മണിക്കൂറിൽ 2,65,542 കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിച്ചിട്ടുണ്ട്. വോയേജർ 1 and 2 സൗരയൂഥത്തിന് പുറത്തേക്ക് സഞ്ചരിച്ച ആദ്യ മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് വോയേജർ 1, 2 പേടകങ്ങൾ. ഇവ രണ്ടും ഇപ്പോൾ അന്തർഗോളീയ ബഹിരാകാശത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വോയേജർ 1 മണിക്കൂറിൽ ഏകദേശം 62,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഈ പേടകങ്ങൾക്ക് അവയുടെ ഭൂരിഭാഗം വേഗവും ലഭിച്ചത് ഗുരുത്വാകർഷണ ബലത്തിന്റെ സഹായത്തോടെയാണ്. അപ്പോളോ 10 കമാൻഡർ മൊഡ്യൂൾ ഭൂമിയുടെ ഉപരിതലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ഉയർന്ന വേഗത കൈവരിച്ച മനുഷ്യനിർമ്മിത വസ്തുക്കളിൽ ഒന്നാണ് അപ്പോളോ 10 കമാൻഡ് മൊഡ്യൂൾ. മണിക്കൂറിൽ 39,900 കിലോമീറ്റർ വേഗതയിൽ ഇത് ഭൂമിയിൽ മടങ്ങിയെത്തി. പേടകങ്ങളുടെ വേഗത കേവലം ഒരു റെക്കോർഡ് നേട്ടം എന്നതിലുമുപരി വലിയ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ബഹിരാകാശ ദൂരങ്ങൾ വളരെ വലുതായതുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനും ഡാറ്റ ശേഖരിക്കുവാനും വേഗത അത്യാവശ്യമാണ്. അതുകൂടാതെ സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പഠിക്കുവാൻ അവയുടെ സമീപത്തേക്ക് പോകേണ്ടതും അത്യാവശ്യമാണ്. അത്തരം സാഹചര്യങ്ങളിൽ അസാധാരണമായ വേഗത കൈവരിക്കുവാൻ ഈ പേടകങ്ങൾക്ക് കഴിയുന്നു. മനുഷ്യന്റെ ഈ സാങ്കേതിക മുന്നേറ്റങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ വികസിപ്പിക്കുവാനും പുതിയ കണ്ടെത്തലുകളിലേക്ക് നയിക്കുവാനും സഹായിക്കുന്നു. ഭാവിയിൽ ഇതിലും വേഗതയേറിയതും നൂതനവുമായ പേടകങ്ങൾ പ്രപഞ്ചത്തിന്റെ കൂടുതൽ രഹസ്യങ്ങൾ നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. വെബ് ഡെസ്ക് തത്വമയി TV.